Hello guys, welcome back to my YouTube channel Arya Tamra Please Vlog. അപ്പോൾ ഗായ്സ് ഇന്ന് വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രിപ്പാണ് കേട്ടോ. പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് നാളെ, എൻ്റെ ഇതുവേട്ടൻ്റെയും. അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ വാഗമണിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ബാക്കി റിസോർട്ട് എന്താ അതൊന്നും ഇതുവട്ടം പറഞ്ഞിട്ടില്ല, ഒക്കെ സർപ്രൈസ് ആണ് കേട്ടോ. എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഇപ്പം ഇറങ്ങി നമ്മൾ കുറച്ചായി ഇറങ്ങിയിട്ട്. അപ്പം ഞാൻ വഴിയിൽ വെച്ചിട്ട് വ്ളോഗ്സൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ എത്തിയിട്ടുള്ള വ്ളോഗുകളൊക്കെ കാണാം. അപ്പം ഞാൻ ജസ്റ്റ് ഇൻട്രോ ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളും വന്നോണ്ട് ഞങ്ങളുടെ കൂടെ. സോ ഗായ്സ്, നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ യദുവേട്ടൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മളിപ്പോൾ ഏകദേശം വാഗമൺ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ വാഗമണിൽ ചെറിയൊരു ചുരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ അതൊക്കെ കൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല കോടമഞ്ഞ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നല്ല രസമായിരുന്നേ, നല്ല രസമുണ്ടായിരുന്നു. സോ ഗൈസ്, ഞാനപ്പോൾ ചില്ലൊക്കെ തുറന്നിട്ടേക്കാണ് കേട്ടോ. നമ്മൾ ഇത്രയും മഞ്ഞും തണുപ്പൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എ സി ഇട്ട് വണ്ടിയിലിരിക്കണേക്കാളും സുഖം ഒരു മൂഡ് വരുന്നത് നമുക്കിതാ ചില്ലൊക്കെ തുറക്കുമ്പോൾ തന്നെയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വഴി ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ നമ്മൾ വണ്ടി അവിടെ നിർത്തി. അപ്പോൾ ഞാൻ കാറിൻ്റെ ഇതിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് ഞാൻ ജസ്റ്റ് ഒക്കെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടോ ഗായ്സ്. അപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ വ്യൂ ആണ് ഗായ്സ്. ഞാൻ ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ ഞെട്ടിപ്പോയി റിസോർട്ട് കണ്ടിട്ട്. അപ്പോൾ ഇതാണ് ജസ്റ്റ് റിസോർട്ടിൻ്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ. ഞാൻ എല്ലാം വഴിയേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്കിനി എന്താ പറയുക, റൂമൊക്കെ സെലക്ട് ചെയ്യലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല മഞ്ഞും നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല ഇങ്ങനത്തെ ഒരു അടിപൊളി റിസോർട്ടായിരിക്കും. ഒരു വെറൈറ്റി റിസോർട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ വഴിയെ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളിതാ റിസപ്ഷനിൽ പോയിട്ട് ഫസ്റ്റ് തന്നെ അവർ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് തരും. ഒരു ലൈം ടീ പോലത്തെ ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റിന് റിഫ്രഷിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഇതുവരെ അതൊക്കെ കുടിച്ച് ഞങ്ങളിനി ലഗേജൊക്കെ എടുത്ത് നമുക്കിനി ഓരോ റൂമിലേക്ക്, കുറേ ടൈപ്പ് റൂംസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി റൂമിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ആദ്യം ഈ ലൈം ടീ ഒക്കെ കുടിക്കായിരുന്നു. നല്ലൊരു റിഫ്രഷിങ് ലൈം ടീ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ഞാനൊരു സെൽഫി വീഡിയോ പോലെ എടുത്താൽ കേട്ടോ, ഫുൾ വ്യൂ കിട്ടാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല അടിപൊളി ക്ലൈമറ്റും നല്ല കോടയും ബാക്കിലൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ, നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ടീ പ്ലാന്റേഷൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കൊക്ക പോലത്തെ ഒരു സംഭവമാണ്, ടീ പ്ലാന്റേഷൻ്റെ ആണ്. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റും ഫുൾ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മളിതാ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഇഗ്ലു പോലത്തെ ഗ്ലാംസ് എന്നാണ് പറയുക. ഓരോ ഗ്ലാമാണ് ഓരോ റൂം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിസോർട്ടിൻ്റെ പേര് തന്നെ മോണ്ടിക്കൽ ഗ്ലാംസ് എന്നാണ്. നല്ല അടിപൊളി റിസോർട്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ സ്വിമ്മിംഗ് പൂള് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല, അതിനുള്ള ടൈം കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മളത് ഫുൾ ചുറ്റിക്കറങ്ങാൻ തന്നെ കുറേ ടൈമുണ്ട് കേട്ടോ. കുറേ സ്ഥലമുണ്ട് കാണാനൊക്കെ തന്നെ ഇവിടെ തന്നെ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് റൂമിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് ഓരോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഗ്ലാംസാണ് ഓരോ റൂം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ആ ഒരു ഏരിയയാണിത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. അപ്പോൾ നല്ല അടിപൊളി റൂമായിരുന്നു ഗൈസ്. ഞാൻ വിചാരിച്ചേക്കാളൊക്കെ സൂപ്പർ, നല്ല ഹൈ ലക്ഷറി സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഞാൻ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു കേട്ടോ. നല്ല വ്യൂവും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ റൂമിലേക്ക് കയറാൻ പോവുമായിരുന്നു. അപ്പോൾ നല്ല മഞ്ഞൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ എഴുതാനൊക്കെ പറ്റി. ഞാൻ ജസ്റ്റ് ആര്യ എഴുതു എന്നൊക്കെ എഴുതി ഗൈസ്. നല്ല രസമായിരുന്നു കേട്ടോ. ഫുൾ മഞ്ഞായതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ റൂമിലത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുൻപ് ഞാൻ റൂമിലേക്ക് കയറിയായിരുന്നു. അപ്പോൾ യദുവേട്ടന് തലവേദന ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഞാനൊരു കോഫി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു യദുവേട്ടന് വേണ്ടിയിട്ട്. അപ്പോൾ കെറ്റിലും കാര്യങ്ങളൊക്കെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ
ഷുഗറും പിന്നെ മിൽക്ക് പൗഡറൊക്കെ ആഡ് ചെയ്ത് നല്ല അടിപൊളി കോഫി ഉണ്ടാക്കി കൊടുത്തു. ഇതുകൊണ്ട് ഒരു ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു, കാരണം ഡ്രൈവൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പോൾ ഒരു കോഫി ആദ്യം ഇട്ടിട്ട് ഞാൻ വിചാരിച്ചു എന്നിട്ട് നിങ്ങൾക്ക് റൂം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം കോഫിയൊക്കെ ഇട്ടു, ഷുഗറൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു കോഫി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ യദുവേട്ടന് കൊടുക്കണം. അപ്പോൾ യദുവേട്ടൻ അവിടെ ഇരിക്കുവാണ്, ജസ്റ്റ് യദുവേട്ടൻ വന്ന് ഒന്ന് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ നല്ലൊരു കോഫിയൊക്കെ യദുവേട്ടന് ഇട്ട് കൊടുത്തു കേട്ടോ ഗൈസ്. അപ്പോൾ യദുവേട്ടൻ അതൊക്കെ കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ റൂം കാണിക്കാം നിങ്ങളെ. ഇതാണ് ഓപ്പണിംഗ് റൂമിൻ്റെ. ഇതിങ്ങനെയാണ് കേട്ടോ റൂം. നല്ല അടിപൊളി റൂമായിരുന്നു ഗൈസ്, നല്ല രസമുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഹ്യൂമിഡിറ്റിയുടെ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് വല്ലാതെ തണുപ്പാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് റൂം. ഇത് കേർട്ടനൊക്കെ മാറ്റിക്കഴിഞ്ഞ് ഇങ്ങനെ ഒരു വ്യൂ ആണ് ഗൈസ്. അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും ഈ റൂമിലത്തെ എൻ്റെ ഫേവറേറ്റ് പാർട്ടായിരുന്നു കേട്ടോ ഇത്. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് കേർട്ടനൊക്കെ മാറ്റിയിട്ട് നമുക്ക് രണ്ടുപേർക്ക് കൂടി റിഫ്രഷ് ചെയ്യാനും ഇരിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമായിരുന്നു. അപ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ട് അവരൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. ഈ ഫ്രൂട്ട് ബാസ്ക്കറ്റിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബെഡ്. അങ്ങനെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കുവാണ്. എനിക്കായിട്ട് കോഫി ഇട്ടില്ല. അപ്പോൾ ഞാൻ ഇതുമായിട്ട് നിന്ന് ഇട്ട് കോഫിയിൽ നിന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇനി ഫ്രഷ് ആവട്ടെ പോയിട്ട്. ഹലോ ഗായ്സ്, അപ്പം ഞാൻ ജസ്റ്റ് ഫ്രഷായി, ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴുകി ജസ്റ്റ് ഇനി ഒന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. പക്ഷേ നല്ല മഴയാണ് ഗൈസ്, ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഇനി മഴയൊന്ന് മാറിയിട്ട് ജസ്റ്റ് ഞങ്ങൾ പുറത്തേക്ക് പോകും കേട്ടോ. ഇവിടെ ഇനി സൈക്ലിംഗ് ഉണ്ട്, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും പോകാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, നല്ല മഴയാണ് കണ്ടോ, മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി മഴയൊന്നും മാറാതെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുകയില്ല. അപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മഴ മാറാതെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ശരിക്കും നല്ല ക്ലൈമറ്റാണ് കേട്ടോ, നല്ല രസമുണ്ട്. എന്തായാലും റിസോർട്ട് അതെ ഞാൻ കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയി. നല്ല രസമുണ്ട്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത് ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ അവിടെ എത്തിപ്പെടുകയെന്ന് നമ്മൾ വിചാരിക്കില്ലല്ലോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം മഴ കുറഞ്ഞിട്ടുണ്ട്, കുറേശ്ശൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നല്ല ചെറിയ ചാറ്റൽ മഴ ഇപ്പോഴും ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പം നമ്മളിനി രാത്രിയിലത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ മോളിലുള്ളതാണ് റെസ്റ്റോറൻറ്റ്, അവിടെയാണ് ഡിന്നർ കഴിക്കാൻ പോണത് കേട്ടോ. അപ്പം ഞാനും യദുവേട്ടനും കൂടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ രാത്രി ഇതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല രസമായിട്ട് അവർ ലൈറ്റിങ്ങും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. ഏറ്റവും മുകളിലുള്ളതാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ. 3rd ഫ്ലോർ എങ്ങാണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ 3rd ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ റെസ്റ്റോറൻ്റ് ആണെങ്കിലും അത് നല്ല ആംബിയൻസും നല്ലൊരു സ്പെഷ്യൽ ലൈറ്റ്സൊക്കെയാണ് ഉള്ളത്. ഞാൻ ഇങ്ങനത്തെ ലൈറ്റ്സ് എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. എന്തോ ഒരു ചരടുകൊണ്ടോ അങ്ങനെ എന്തൊക്കെയോ ടൈപ്പ് ഉണ്ടാക്കിയതാണ്. അടിപൊളിയായിട്ടുണ്ട്, ലൈറ്റ്നിങ് ഒക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് വന്നത് ഒരു പനീറിൻ്റെ ഒരു ഡിഷാണ്, ഹണി ഗ്ലേസ്ഡ് പനീർ എന്നാണ് ഇതിനെ പറയുക. അപ്പം ഞാൻ ഇതിട്ടും സ്റ്റാർട്ടറായിട്ട് ജസ്റ്റ് അതാണ് ആദ്യം പറഞ്ഞത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും. അപ്പോൾ അതും നല്ല ഗാർണിഷ് ചെയ്ത് കുക്കുംബറൊക്കെ ഇട്ടിട്ട്, എനിക്ക് കുക്കുംബർ മസ്റ്റാണ് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഒരു കുക്കുംബറൊക്കെ അങ്ങനെ എൻ്റെ മനസ്സറിഞ്ഞ് തന്ന പോലെ എനിക്ക് തോന്നി ഗൈസ്. അപ്പോൾ അങ്ങനെ പനീറൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് അതെടുത്ത് തന്നു കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മളൊരു നൂഡിൽസും പറഞ്ഞു കേട്ടോ. അപ്പോൾ നൂഡിൽസ് വെജ് നൂഡിൽസാണ് പറഞ്ഞത്, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും ഫുഡൊക്കെ നല്ല തന്നെ. അപ്പോൾ ഈ ഒരു മൂക്കുത്തി എനിക്ക് യദുവേട്ടൻ്റെ അമ്മ തന്നതാണ് കേട്ടോ. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് എനിക്ക് തന്നതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേവറേറ്റ് കളറാണ് ബ്ലൂ.
അപ്പോൾ 4th ഫ്ലോറിലുള്ളത് ഗെയിം സോണാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നമുക്ക് റിഫ്രഷ് ആവാൻ വേണ്ടി കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് അതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ലാസ്റ്റ് ഫ്ലോർ കേട്ടോ. അപ്പോൾ 3rd ഫ്ലോറിൽ ഫുഡ്, 4th ഫ്ലോറിൽ ഗെയിം സോൺ, അങ്ങനെയാണ് കേട്ടോ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറേ ടി വിയിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇത് ഞാൻ ഇതുവരെ അങ്ങനെ പ്ലേ ചെയ്തിട്ടൊന്നുമില്ല, കളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറേ ഗെയിംസ് ഉണ്ട്, മറ്റേ സ്നേക്ക് ആൻഡ് ലാഡർ, ചെസ്സ്, അങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ യദുവേട്ടൻ ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ ബോൾ തട്ടി നോക്കിയതാണ്. ഞാനും തട്ടി നോക്കി, പക്ഷേ എൻ്റെ ബോൾ ചാടിപ്പോണു. അപ്പോൾ യദുവേട്ടൻ പറഞ്ഞു ഇങ്ങനെയല്ലടി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരുവാണ് എനിക്ക്. അതിനുശേഷം ഞങ്ങളിതാ ഫുട്ബോൾ പോലത്തെ ആ സംഭവം ഉണ്ടല്ലോ, ഫുട്ബോളാന്ന് തോന്നുന്നു, അതെ ഗോളൊക്കെ അത് തന്നെ എല്ലാവരും കൂടിയിട്ടുള്ള ഫുട്ബോൾ സംഭവം ഞാനും യദുവേട്ടനും കൂടി കളിച്ചു കേട്ടോ. സത്യത്തിൽ ഞാൻ തോറ്റ് തുന്നം പാടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇടയ്ക്ക് എപ്പോഴോ 1 or 2 ഞാൻ ഗോൾ അടിച്ചു എന്നല്ലാതെ എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതുമായിട്ട് പക്ഷേ കളിച്ച് വന്നപ്പോൾ നമുക്ക് നല്ലൊരു സ്പിരിറ്റ് കയറി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈം, ഞാൻ ഒന്നാമത്തെ ഫുട്ബോൾ അങ്ങനെ കാണാത്ത ഒരാളാണ്. എനിക്ക് ക്രിക്കറ്റാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ ജസ്റ്റ് ഇതൊക്കെ കളിച്ചു, നല്ലൊരു രസമായിരുന്നു, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ റൂമിലേക്ക് പോണേക്കാളും മുൻപ് ഞാൻ ജസ്റ്റ് തിരിഞ്ഞിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ. അപ്പോൾ എന്തായാലും നല്ലൊരു മൂഡായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി ഞങ്ങൾ കിടക്കാൻ പോവുകയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇനി പിറ്റേ ദിവസം കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഉറങ്ങുക, ഗുഡ് നൈറ്റ്. അപ്പോൾ ഈ ലൈറ്റൊക്കെ കണ്ട് ഞാനും ഉറങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ഉറക്കം വന്നിട്ട് കഴിയാം, ബൈ. അപ്പോൾ നാളെ കാണാം. ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ദിസ് ഈസ് എ റെയിനി മോർണിംഗ്. നല്ലൊരു റെയിനി മോർണിംഗ് ആയിരുന്നു കേട്ടോ, നല്ല മഴയും കാറ്റും. ആ മഴയുടെയും കാറ്റിൻ്റെ ഒച്ച കേട്ടിട്ടാണ് സത്യത്തിൽ ഞാൻ എണീറ്റത്. ഇതുവരെ എണീറ്റിട്ടില്ല, ഞാനാണ് ഫസ്റ്റ് എണീറ്റത്. ഇത് കണ്ടില്ലേ, എന്തൊരു കാറ്റും, ഭയങ്കര അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഹെവി മഴ, ഹെവി റെയിൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്, സൂപ്പറായിരുന്നു. സോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞാൻ ഫ്രഷായി എണീറ്റു, ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി. ഇനി നമുക്കിവിടെ അടുത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അപ്പോൾ അവിടെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ തന്നെയാണ് കേട്ടോ, ഈ ഹോട്ടലിൻ്റെ താഴെ എങ്ങാണ്ടാണ്. അപ്പോൾ നമ്മൾ അത് കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര മഴയായിരുന്നു, ഞാനത് കാണിച്ചില്ലേ നിങ്ങളെ. നല്ല മഴയായിരുന്നു, കാറ്റും മഴയും. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞു, നല്ലപോലെ മാറി. അപ്പോൾ ഇനി നമ്മളിനി ഫ്രഷായിട്ട് ഫ്രഷായി കഴിഞ്ഞു, ഇനി ജസ്റ്റ് നടക്കാനൊക്കെ പോവാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ രാവിലെ ഇപ്പോൾ നല്ല മഴയായിരുന്നു ആദ്യം, ഇപ്പോൾ മഴയൊക്കെ പോയിട്ടോ. നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വ്യൂ പോയിൻ്റ് കാണാനുണ്ട്. അപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം, കാരണം ടൈമുണ്ട്, ഇനി ടൈം പോവും. അപ്പോൾ നല്ല രസമുണ്ട് ഇപ്പോൾ. ഇതാണ് നമ്മുടെ റൂം, കണ്ടോ. അപ്പോൾ ഇവിടെ ഓരോ താഴത്തെ ഓരോരു കണ്ടോ, ഇങ്ങനെ ഓരോ ഇഗ്ലു പോലെ ഉണ്ട്, കണ്ടോ. ഇത് ഓരോരുത്തരുടെ റൂമാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് അവരവിടെ സെറ്റ് ചെയ്തേക്കണം. ഇവിടെ നമുക്ക് ഇരുന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ മഴയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ബെഡ് എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവിടാം, ബെഡ്. എന്നിട്ട് നമുക്ക് ഇവിടെ രാത്രിയൊക്കെ ഇവിടെ വേണമെങ്കിൽ കിടക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. പക്ഷേ ഇന്നലെ നല്ല മഴയുണ്ട്, നമ്മൾ റൂമിൽ തന്നെയായിരുന്നു. അപ്പോൾ അത് വേറൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി അവിടെ ലൈറ്റ്സൊക്കെ കണ്ടായിരുന്നു.
ഓക്കെ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ നിന്നപ്പോൾ ഞാനൊരു റിസോർട്ട് കാണിച്ചില്ല. ആ റിസോർട്ടാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ ഏകദേശം അതിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഈ റിസോർട്ട് കാണുക. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ തിരിച്ച് പോണ വഴിക്ക് നമ്മൾ കിടങ്ങൂർ വഴിയാണ് പോണത് കേട്ടോ. അപ്പോൾ ഇത് അമ്മയുടെ അമ്മാത്താണ്. അമ്മാത്തെന്ന് വെച്ചാൽ അമ്മയുടെ ഇല്ലമാണിത്. അതായത് എൻ്റെ മുത്തശ്ശിയുടെ ഇല്ലാണ് കേട്ടോ കിടങ്ങൂർ. അപ്പം നമ്മൾ അവിടെ കയറുവാണ്. അപ്പോൾ അവിടെ മുത്തശ്ശിയുടെ 2 ആങ്ങളമാർ മാത്രമേ ഉള്ളൂ. അതായത് അമ്മയുടെ അമ്മാവന്മാർ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കിടങ്ങൂർ വഴി പോകുമ്പോഴൊക്കെ ഇവിടെ കയറിയിട്ടാട്ടോ പോവുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെയും കൂടിയും കയറി. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ അച്ഛൻ, അതായത് എൻ്റെ മുത്തശ്ശൻ വരച്ചതാണ് പണ്ട്. ഈ ഒരു കൃഷ്ണൻ്റെ ഒരു പിക്ചർ പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചത്. അപ്പോൾ ഇതാണ് അവരുടെ ഏരിയ. നല്ല രസമുള്ളൊരു വീടാട്ടോ, ഒരു പഴമ നിറഞ്ഞ വീടാണ്. നമുക്കൊരുപാട് മെമ്മറീസൊക്കെ ഉള്ളതാണ്. കാരണം ഞങ്ങൾ ഫുള്ള് വെക്കേഷനായി ഇവിടെ വരും, കളിക്കും എല്ലാവരും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കണേ. ഇനിയും എൻ്റെ വ്ളോഗ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ദിസ് ഈസ് ആര്യ താമര പ്ലീസ് വ്ളോഗ്. ബൈ.